മണിക്കൂറുകളോളം കാത്തുനിന്നിട്ടും ദർശനം നടത്താനാകാത്തതിൽ ഗുരുവായൂരിൽ ഭക്തജനരോക്ഷം. ഭക്തർ ക്യൂ സംവിധാനം തകർത്തു. പുതുവർഷ പുലരിയിൽ നിർമ്മാല്യ ദർശനം തേടി കാത്തുനിന്നിരുന്ന ഭക്തരാണ് പ്രതിഷേധിച്ചത്. രാവിലെ ശീവേലി കഴിഞ്ഞിട്ടും ഭക്തരെ ക്ഷേത്രത്തിനകത്തേക്ക് കടത്തിവിടാത്തതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. എന്നാൽ വിഐപികൾക്ക് ദർശനം അനുവദിച്ചതോടെ ഭക്തർ ക്ഷുഭിതരായി. സെക്യൂരിറ്റി ജീവനക്കാരുമായി ഭക്തർ തട്ടിക്കയറി. ഇതോടെ ഉന്തും തള്ളുമായി. പ്രതിഷേധം കനത്തതോടെ നടപ്പന്തലിലെ ക്യൂ സംവിധാനത്തിനായി സ്ഥാപിച്ച ബാരിക്കേഡുകളും ചങ്ങലകളും ഭക്തർ തകർത്തെറിഞ്ഞു. നടപ്പന്തലിൽ ഒന്നിച്ചുകൂടിയ ജനങ്ങൾ ഉച്ചത്തിൽ നാമജപം നടത്തി പ്രതിഷേധിച്ചു. അധികൃതരുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരെ ഭക്തർ രൂക്ഷമായി പ്രതികരിച്ചു. ക്യൂവിൽ നിൽക്കുന്ന തങ്ങളെ കടത്തിവിടാതെ ഇനി ഒരാളെ പോലും സ്പെഷ്യൽ പാസ് വഴി പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന കർശന നിലപാടിലായിരുന്നു ഭക്തജനങ്ങൾ. ഭക്തരുടെ പ്രതിഷേധത്തെ തുടർന്ന് ദർശന ക്രമീകരണങ്ങൾ താൽക്കാലികമായി തടസ്സപ്പെട്ടു. സാധാരണക്കാരായ ഭക്തരെ അവഗണിക്കുന്ന ദേവസ്വം നടപടി അവസാനിപ്പിക്കണമെന്നും ദർശനത്തിന് തുല്യനീതി ഉറപ്പാക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. വീഡിയോ എല്ലാവരും കണ്ടുകൊണ്ടോ? നിങ്ങളുടെ കയ്യിൽ പണമുണ്ടോ, പ്രസക്തി ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണോ? ഇതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ല ഇതിലേതൊരു ഒന്ന് മതി. ഗുരുവായൂർ അമ്പലം എന്നല്ല, ഏത് അമ്പലത്തിന് വേണമെങ്കിലും എവിടെയും ഒരു തിരക്കില്ലാതെ ക്യൂ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, കയറി ചെല്ലാം. ഇതാണ് ഇന്നത്തെ റിയാലിറ്റി എന്ന് പറയുന്നത്. നമ്മളെ പോലുള്ള സാധാരണക്കാർക്കാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത്. അപ്പൊ അവിടെ ഒരു ചോദ്യം വരും, നിനക്കെന്തേ പൈസ ഉണ്ടാക്കി ഇവിടെയാണ്? അതും നമ്മളെ കുറ്റം തന്നെയാണ്. അത് അവരധ്വാനിച്ച് അവര് പൈസ ഉണ്ടാക്കി, നമ്മൾ അധ്വാനിച്ചിട്ട് അങ്ങോട്ട് എത്തുന്നില്ല. എന്നാലും നമുക്കും കുറച്ച്, നമ്മളെ പോലുള്ള സാധാരണക്കാർക്കും കുറച്ച് എന്ത് വേണം, പ്രയോറിറ്റീസ് ഒക്കെ വേണം കേട്ടോ. അതില്ലാത്ത സ്ഥാപനങ്ങളുണ്ട്, അതുള്ള ഇടങ്ങളുണ്ട്. ശരിയല്ലേ?